നമ്മളിങ്ങനെ തണ്ണീർമുക്ക് ബണ്ടിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിച്ചു. അപ്പം ഇപ്പം നമ്മൾ കുറേ ചേട്ടൻ്റെ ഓർമ്മകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം അതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ചേട്ടൻ്റെ സ്കൂളും കോളേജും ഒക്കെ. അപ്പം എങ്ങനെയാണ് ഇനി പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ അവിടുത്തെ കലാവിരുതുകളൊക്കെ നമ്മളോട് പറയുമോ? എങ്ങനെയാണ്? നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ സ്കൂള്. യെസ്, അപ്പം ഇതാണ് നമ്മുടെ അജയൻ്റെ സ്കൂള്, CMS ഹൈസ്കൂൾ ഒളശ. യാ, അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അജയൻ ചേട്ടനോട് ചോദിക്കാം. അപ്പം ചേട്ടാ, സ്കൂളെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന ഒന്നാണ്. ചേട്ടന് പെട്ടെന്ന് സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പം എന്താണ് ഓർമ്മ വരുന്നത്? ആദ്യം ഓർമ്മ വരുന്നത് ഈ റൂമാണ്. ആണല്ലേ? ഹെഡ് മാസ്റ്ററുടെ റൂമാണ്. എന്തോരം ഇവിടെ നിന്നിട്ടുള്ളതാ. ഇത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലെ ഒരു സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടേണ്ടത്. വലിയ സ്കൂളാണ്, ഒരുപാട് കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ ആ സ്കൂളിൽ അഡ്മിഷന് എനിക്ക് തന്നില്ല ഹെഡ് മാസ്റ്റർ. കാരണം വലിയ കുട്ടികളൊക്കെ ഉണ്ട്, തട്ടിമറിച്ചിട്ട് എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സാറ് നൈസായിട്ട് ഒഴിവായി. പക്ഷെ അമ്മയ്ക്കത് ഭയങ്കര ഫീലായി. അപ്പം അമ്മ കരയുക. അപ്പം ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് കരയേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. പക്ഷെ അമ്മ എന്നെ എടുത്തോണ്ടാണ് തിരിഞ്ഞു പോകുന്നത്. തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ കയ്യിൽ വെള്ളം വീഴുന്നുണ്ട് നോക്കിയപ്പോഴാണ് അമ്മ കണ്ണ് ഉടയ്ക്കുന്നതാണ്. എനിക്കൊരു ഭയങ്കര വിഷമമായി പോയി, കാരണം അഡ്മിഷൻ കിട്ടാതെ വന്നത്. അങ്ങനെയാണ് ഗ്രാമത്തിലെ ഉള്ളിലേക്ക്, അതേ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളായത്, CMS. അങ്ങനെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികളെല്ലാം എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു ആക്സെപ്റ്റൻസ്, സ്വീകാര്യത. അതിനെന്താ ഇവന് അഡ്മിഷൻ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മാണി സാറാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹെഡ് മാസ്റ്ററുടെ. അപ്പോൾ ഞാൻ ഈ ക്ലാസ് റൂമിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ഓർക്കുക, എനിക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ തന്ന സാറ് എനിക്ക് എല്ലാ സൗകര്യങ്ങളും തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ചെയറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആ ക്ലാസ്സിലായിരുന്നു. ശരി. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഞാൻ അതിലിരിക്കുമ്പോൾ അത് കാണാനും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വരാന്ത വഴിയൊക്കെ നടക്കുക. ഇത് ടീച്ചേഴ്സിൻ്റെ റൂമാണ്, എല്ലാ സ്റ്റാഫ് റൂമും അവിടെയാണ്. അപ്പോൾ ഈ റൂമൊന്നും മറക്കില്ല, കാരണം ഞാൻ പ്രൊഫഷണലായിട്ട് സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 10ാം ക്ലാസ്സിൽ ഒരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കിന് കഥ പറയാൻ വേണ്ടി അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ഒക്കെ പോയി. അന്നത്തെ കഥാപ്രസംഗമാണല്ലോ. അപ്പോൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങും, അതാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ഉറങ്ങുമ്പം ഉറങ്ങാൻ വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു. അല്ല, ഞാൻ അപ്പോൾ എന്നൊരു ദിവസം പിടിച്ചു ടീച്ചർ, ഇതെന്താ ഏത് സ്ഥലത്ത് അജയന് മാത്രം ഉറക്കമുള്ളല്ലോ, മറ്റു കുട്ടികളെല്ലാം ആക്റ്റീവ് ആണല്ലോ. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഞാൻ വൈകുന്നേരം കഥാപ്രസംഗം പരിപാടിക്ക് പോയിട്ട് പിറ്റേന്ന് വന്നുകൊണ്ടിരിക്കണം. പിന്നെ ടീച്ചേഴ്സ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ സ്റ്റാഫ് റൂമിനകത്താണ് എനിക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു കണക്കിന് SSLC നമ്മൾ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സമയത്താണ് നമുക്ക് സ്റ്റേറ്റ് യുവജനോത്സവത്തിലേക്ക് 5ാം ക്ലാസ് തൊട്ട് തുടർച്ചയായിട്ട്, അതൊക്കെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ലും ഒക്കെ ഞാൻ ഓടി നടന്ന സ്ഥലമാണ്. പിന്നെ ഇതാണ് 10ാം ക്ലാസ്. 10ൽ അവിടെ വെച്ചിട്ടാണ് എനിക്ക് സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ 1 പോയിന്റിന് കലാപ്രതിഭ പട്ടം പോവുക. അന്ന് തിലകം മഞ്ജുവാര്യർ ഞാൻ പ്രതിഭയാകും എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ മുൻവിധിയോടുകൂടിയൊക്കെ എഴുതി, വലിയ പ്രതീക്ഷ. പക്ഷെ ഈ പറഞ്ഞ പോലെ കപ്പിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു. ഓൺ ആക്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്, കഥാപ്രസംഗം മാറി മത്സരിച്ചുകൊണ്ടിരിക്കും. ചിലതിന് കിട്ടും, ചിലതിന് കിട്ടാതെ വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണ്. അന്നേരത്തെ മൂഡ്, അന്നേരത്തെ സ്റ്റേജ്, അന്നേരത്തെ സ്ഥലം, അന്നേരത്തെ അവസ്ഥ, ഇതൊക്കെയാണല്ലോ. ജഡ്ജസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ വ്യത്യാസത്തിന് മാറി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സ്വീകരണമാണ്. അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഈ വരാന്തയിൽ ഒരു താൽക്കാലിക സ്റ്റേജൊക്കെ ഉണ്ടാക്കി എന്നെ എടുത്ത് കയറ്റി ഡെസ്കേ നിർത്തിയിട്ട് സാറ് ഭയങ്കര ഒരു അനുമോദന പ്രസംഗം. ദാസ് സാർ എന്ന ഹെഡ് മാസ്റ്ററുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദാസ് സാറ്. എന്നിട്ട് എല്ലാ ക്ലാസ്സിൽ നിന്നും ഓരോ നോട്ടുമാല. അടിപൊളി. എന്നിട്ട് നോട്ടെന്ന് പറഞ്ഞാൽ നോട്ടിങ്ങനെ മാല വീണ് ലാസ്റ്റ് ഒരു നോട്ട് കൂമ്പാരത്തിന്റെ മേളെ എൻ്റെ തല കട്ടി വെച്ചേക്കുന്നില്ലേ. ഞാൻ അതിനകത്ത് നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു. എന്തുവരെ കാശ് കിട്ടിയത്? ആ ഫോട്ടോ ഞാൻ വീട്ടിൽ കാണിച്ചു തന്നില്ലേ? മനസ്സിലായി. ദാസ് സാറുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, വീട്ടിലുണ്ട്. അതെനിക്ക് ഈ സ്കൂളിൽ നിന്ന് എന്നെ കാണാൻ വന്നപ്പോൾ അവർ ഫ്രെയിം ചെയ്ത് കൊണ്ടും തന്നു. അതാണ് ആ സംഭവം. അപ്പം അങ്ങനെ അതെല്ലാം ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെ ആ ഒരു മുഹൂർത്തം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, കാരണം ഒരു വിടവാങ്ങൽ ചടങ്ങൊക്കെ പോലെ
സച്ചിൻ ടെണ്ടുൽക്കർക്കൊക്കെ കിട്ടത്തില്ല ഇവിടെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടുത്തെ സച്ചിൻ ടെണ്ടുൽക്കർ. അങ്ങനെ എല്ലാവരും കൈയൊക്കെ അടിച്ച് മാലയൊക്കെ ഇട്ട് എന്നെ എടുത്തോണ്ട് അങ്ങനെ പോയ ഒരു ഓർമ്മ. അതാണ് എനിക്ക് ഈ സ്കൂളിനെ ഓർക്കുമ്പോൾ ഏറ്റവും വലുത്. അപ്പം ഞാൻ എന്തായാലും ഈ തിണ്ണെ നിൽക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള അധ്യാപകർ, അതുപോലെ എൻ്റെ കൂട്ടുകാർ, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കൂട്ടുകാർ, പ്രത്യേകിച്ച് എന്നെ എടുത്ത് എല്ലാ കാര്യത്തിലും നമുക്ക് ചില സഹായങ്ങളൊക്കെ വേണം. അപ്പോൾ എവിടെ തിരിഞ്ഞാലും ഈ ക്യാമ്പസിൽ എവിടെയെങ്കിലും ഒരു കൈ സഹായം ഉണ്ടാവും. അന്നത്തെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലായിരുന്നു, എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ക്ലാസ് എന്ന് പറയുന്നതിനകത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഓക്കെ, നമുക്കറിയാം ഈ കലോത്സവത്തിനൊക്കെ ഉള്ള ആൺകുട്ടികളോട് പെൺപിള്ളേർക്ക് ഇത്തിരി ഒരു സ്നേഹം കൂടുതലായിരിക്കും. ഫുൾ ഫാൻസ് ആയിരുന്നു അന്ന്. എങ്ങനെയായിരുന്നു സ്നേഹം എന്ന് പറയുന്നത്? മറ്റേ റൊമാൻറ്റിക് സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. റൊമാൻറ്റിക് സ്നേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്, വരട്ടെ എന്ന് കരുതി. എനിക്ക് ഈ ക്യാമ്പസ് വെറുപ്പാണ്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ വാത്സല്യനിധിയായി കണ്ട എല്ലാവർക്കും ഞാൻ അജിക്കുട്ടനായിരുന്നു. അന്ന് മീശയില്ല, യാതൊരു വിധത്തിലുള്ള ഫിഗറും ഇല്ല. എൻ്റെ ഫിഗർ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ മുഖം, വലിയ ചേച്ചിമാർ, മോളുടെ അത്രയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് എൻ്റെ കൂടെ. അവരൊക്കെ കൊച്ചജിയേ ഹായ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. സഹിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ കാരണം അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ആരോട് സ്നേഹം ഉണ്ടല്ലോ എന്നോടാ പറഞ്ഞു. ഞാനായിരുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിലൂടെയും പുസ്തകത്തിലൂടെയൊക്കെ എന്തുമാത്രം പ്രണയലേഖനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ഒരു സ്ഥലമാണെന്നറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഉള്ളുകൊണ്ട് വിഷമമുണ്ട്. സാരമില്ല, നമുക്കതൊക്കെ ഇതൊരു കളരിയായിട്ട് ഞാൻ കരുതി. ഞാൻ കോളേജിൽ പോയി, അവിടെയാണ് പൊളി. സോമാഷത്തിന് ഞങ്ങൾ നടക്കാം ആണല്ലേ? ഓക്കെ, പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരാളെയാണ് ഈ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അല്ല, അത് അവർ തന്നൊരു ഊർജവും അവർ തന്നൊരു പ്രോത്സാഹനം. കാരണം സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയ തൈ നട്ട് അത് വളർത്തുന്ന സമയം. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു പ്രോത്സാഹനമാണ് ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു ചെറിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ ഈ സ്കൂളും കാണണം, ഇവിടെ വന്ന് ഇത് കാണിക്കണം എന്ന് തോന്നിയത്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു നാഴികക്കല്ല്, ഒരു വലിയൊരു ആഘോഷം വരികയാണ്. ഏതാണ്ട് ഇത്ര വർഷം സ്കൂൾ പൂർത്തിയാക്കുവാണ്. അപ്പോൾ അതിൽ ഞാൻ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ടാവും, അന്നും ഞാനിവിടെ വരും. സ്കൂളിൻ്റെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ കലാപ്രതിഭയാവുന്ന കുട്ടിക്ക് എൻ്റെ വക ഒരു സമ്മാനം അന്ന് മുതൽ ഇന്ന് വരെയുണ്ട്. ഏതാണ്ട് 10-20 വർഷക്കാലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സ്കൂളുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. പിന്നെ എനിക്കൊരു സങ്കടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച സമയത്ത് എല്ലാ ക്ലാസ്സിലും കുട്ടികളായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ചില ക്ലാസ്സിലൊക്കെ ഇച്ചിരി കുട്ടികൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ഒരുപാട് കുട്ടികൾ വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഈ സ്കൂൾ അതുപോലെ നിലനിൽക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതെ, ഇത്രയും കലാപരമായിട്ടൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള സ്കൂളിൽ തന്നെ അല്ലേ നമ്മുടെ മക്കൾ വളരണം. ഓക്കെ, എന്താണെങ്കിലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി വണ്ടി ചെന്നിട്ട് പറയാം. ആ മുമ്പിലത്തെ ആ സ്ലോമോ, കമോൺ ചേട്ടാ.